ബഹുമാനായ എൻ്റെ സുഹൃത്ത് ശ്രീ അജേഷ്, ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ വിശിഷ്ട അതിഥികളെ, മലനാട് ടി വിയുടെ അഭ്യുതാകാംക്ഷികളായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് 2 ചടങ്ങാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ആളല്ല ഞാൻ സ്വല്പം നേരത്തെ പോകണം, അതുകൊണ്ട് ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി എന്നെ വിടണം എന്ന് പറഞ്ഞാണ് ഞാൻ സുനിലിനോട് പറഞ്ഞിട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ കുറച്ച് ഇവിടുന്ന് പോയാൽ അതൊരു ശരിയല്ലല്ലോ എന്ന് എനിക്ക് തോന്നുന്ന രീതിയിലാണ് ഒരുപാട് വിശിഷ്ട അതിഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു നല്ല ചടങ്ങ് കൂടി ഇവിടെ നടക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു നല്ല ചലച്ചിത്രം, അതും മലയാളികളും നമ്മുടെ രാജ്യത്തെ പ്രകൃതി സ്നേഹികളുമെല്ലാം ഉറ്റുനോക്കുന്ന ഒന്നാണ് മുല്ലപ്പെരിയാർ. ആ മുല്ലപ്പെരിയാർ എന്ന മലയാളികൾ എപ്പോഴും അവരുടെ അനുഗ്രഹവും ആശങ്കയുമായി നിൽക്കുന്ന ഒരു ഡാം ഇങ്ങനെ നിലനിൽക്കുന്നതിനെ ചൊല്ലിയുള്ള വാദങ്ങളും വിവാദങ്ങളും സംവാദങ്ങളിലും ഇങ്ങനെ സദാ ജാഗരൂകരായി അവരെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന് ജലം, മലയാളികൾക്ക് സുരക്ഷ. ഇതാണ് മുല്ലപ്പെരിയാറിന് നമ്മുടെ മോട്ടോ, നമ്മുടെ സ്ലോഗൻ അതാണ്. തമിഴ്നാടിന് ആവശ്യമുള്ള അത്രയും ജലം കൊടുക്കുക, മലയാളികൾക്ക് നല്ല സുരക്ഷ നൽകുക. ഇതാണ് മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ ഒരേ ഒരു ആശങ്കയുള്ളത്, മനുഷ്യനിർമ്മിതമായ ഒരു ഡാമിന് എത്ര കാലത്തെ പഴക്കം വരെ കൊണ്ടുപോകാൻ പറ്റും? 1000 വർഷം, അല്ലെ 2000 വർഷം, അല്ലെ 3000 വർഷം എന്നൊക്കെ വിദഗ്ധർ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു എൻഡ് ഉണ്ടാവണമല്ലോ. അപ്പോൾ എവിടെയെങ്കിലും വരെ ഇത് എൻഡ് ഉണ്ടാവത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടി വരും. എന്തായാലും ഇന്നല്ലെങ്കിൽ നമ്മുടെ ഒരു 2 തലമുറ കഴിഞ്ഞിട്ടാണെങ്കിലും ഡാം നമുക്ക് ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയേണ്ടി വരും. അതേക്കുറിച്ച് അധികാരികൾ എത്ര നേരത്തെ ചർച്ച നടത്തുന്നോ അത്രയും സുരക്ഷിതത്വം. അപ്പം അതിനുള്ളൊരു സംവിധാനം ഒരുക്കുക എന്നതാണ് ഭരണാധികാരികൾ ചെയ്യുന്നത്. പക്ഷേ എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, കാരണം ഇവിടെയും അവിടെയും അതൊരു വൈകാരിക പ്രശ്നമാക്കി മാറിയിട്ടുണ്ട്. ഇവിടെ എന്ത് പറയുന്നോ അതിന് വിപരീതമായ അപ്പുറത്ത് പറഞ്ഞില്ലെങ്കിൽ അപ്പുറത്തുകാർ ഒറ്റപ്പെടും. അപ്പുറത്തുകാർ എന്ത് പറയുന്നോ അതിന് വിപരീതമായി ഇപ്പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പുറത്തുകാർ ഒറ്റപ്പെടും എന്ന നിലയിലേക്ക് ഒരു വൈകാരിക പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട്. 2 കൂട്ടരുടെയും വൈകാരികമായ ഭാവതലങ്ങളെ ഒരു സമന്വയത്തിൻ്റെ പാതയിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതായിരിക്കും വിജയം. പക്ഷേ ഇവിടുത്തെ സബ്ജക്റ്റ് അത് മാത്രമല്ല. ഇവിടെ ശ്രീ ജയേഷ് തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് അതിൽ നിന്ന് വിഭിന്നമായി അതിമനോഹരമായ ഒരു സബ്ജക്റ്റാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. കേരളത്തെ സ്നേഹിച്ച, കേരളത്തെ പ്രണയിച്ച ഒരു ബ്രിട്ടീഷുകാരിയുടെ മനോഭാവങ്ങളെ വിവിധ തലങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഈ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി അത് നന്നായി ആസ്വദിച്ച അവർ തനിക്ക് മരണം സംഭവിച്ചാൽ അത് ഈ കേരളത്തിൽ തന്നെ എന്നെ സംസ്കരിക്കണമെന്ന് പറഞ്ഞ് പ്രവചിച്ച ഒരു ബ്രിട്ടീഷുകാരിയുടെ ജീവിത കഥകളിലൂടെയാണ് ജയേഷ് സഞ്ചരിക്കുന്നത്. അതിമനോഹരമായൊരു പ്രമേയം, മലയാളികളെ അവരുടെ മനസ്സ് തുറപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികളുടെ മനസ്സ് തുറപ്പിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രമേയം. ശ്രീ ജയേഷ് അത് അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു, മുല്ലപ്പെരിയാർ ആൻ അൺടോൾഡ് സ്റ്റോറി എന്ന് പറഞ്ഞ ഈ പ്രമേയത്തിന് യഥാർത്ഥത്തിൽ അത് മുല്ലപ്പെരിയാർ എന്ന ഒരു മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാന സംഭവമായി അല്ലെങ്കിൽ ഡാമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അതിന് സമാന്തരമായി ഒരു ബ്രിട്ടീഷ് വനിതയുടെ മനോഭാവങ്ങൾ കൂടിയാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രീകരിക്കുന്നതെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ സ്നേഹിച്ച അവരെക്കുറിച്ച് കൂടെ ചേർത്ത് ശ്രീ ജയേഷ് പറഞ്ഞു, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ നമുക്ക് ഇങ്ങനെ തന്നെ സംരക്ഷിക്കണമെന്ന്. ദൈവത്തിൻ്റെ സ്വന്തം നാട് അഥവാ ഗോഡ്സ് ഓൺ കൺട്രി, നമുക്കത് ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ട് തന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്.
അത് ഗോസ്റ്റ് ഓൺ കൺട്രി ആവാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതായിട്ടുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രിയെ ഗോസ്റ്റ് ഓൺ കൺട്രിയായി മാറുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ, നമുക്കിടയിൽ മതത്തിൻ്റെയും ജാതിയുടെയും മറ്റു പലതിൻ്റെയും പേരിലുള്ള ഭിന്നതകൾ ഉണ്ടാവുകയും സ്പർദ്ധകൾ വർദ്ധിക്കുകയും സംഘർഷങ്ങളായി മാറുകയും ചെയ്യുമ്പോഴാണ് ഗോഡ്സ് ഓൺ കൺട്രി ഗോസ്റ്റ് ഓൺ കൺട്രിയായി മാറുന്നത്. അപ്പോൾ ഗോസ്റ്റ് ഓൺ കൺട്രി ആവാതിരിക്കാൻ, ദൈവത്തിൻ്റെ നാട് പിശാചിൻ്റെ നാടാവാതിരിക്കാനുള്ള നല്ല ശ്രദ്ധയും നമുക്ക് ഇതിൻ്റെ പ്രമേയത്തിൽ ഉൾച്ചേർത്തിരിക്കുന്നു എന്നാണ് ശ്രീ ജയേഷ് പറഞ്ഞത്. ഞാൻ നീട്ടുന്നില്ല. ഇതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം വളരെ സന്തോഷപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഞാനത് നിർവഹിച്ചതായി അറിയിക്കുകയാണ്. അതോടൊപ്പം മലനാട് ടി വിയുടെ 10ാമത് വാർഷികം കൂടിയാണ്. നമ്മുടെ സാമൂഹിക സാംസ്കാരിക വികസന രംഗങ്ങളിലെല്ലാം 10 വർഷക്കാലം വളരെ അവസരോചിതമായി ഇടപെട്ട ഒരു നല്ല ടി വി. അതൊന്ന് പ്രേക്ഷകരിൽ നിന്നും പ്രേക്ഷകരിലേക്ക് പടർന്നു കയറുന്ന 10ാമത് പിറന്നാൾ ആഘോഷവേളയിലും പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാ വിജയങ്ങളും ശ്രീ ജയേഷിനും അദ്ദേഹത്തിൻ്റെ ക്രൂവിനും അദ്ദേഹത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ടെക്നിക്കൽ ടീംസിനും എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ഭാവുകങ്ങൾ, വിജയാശംസകൾ എല്ലാം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.